വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനുശേഷം കിളിമാനൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയാണ് ജയിലിലേക്ക് മാറ്റിയത്. അതിനിടെ ബന്ധുവായ ഒരു പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കാനാണ് അഫാൻ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ബന്ധുവായ പെൺകുട്ടിയുടെ മാല തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമീപിച്ചുവെങ്കിലും ശ്രമം വിജയിച്ചില്ല. കടമായി മാല വേണമെന്നും ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ മതിയെന്ന് പറഞ്ഞുവെങ്കിലും പെൺകുട്ടി അതനുസരിച്ചില്ല. മാതാവ് ഷെമിയെക്കൊണ്ടും ഈ പെൺകുട്ടിയിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അതും വിജയിച്ചില്ല. തുടർന്നാണ് താഴെ പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സെൽമ ബീവിയുടെ മാല തട്ടിയെടുക്കാൻ അഫാൻ ലക്ഷ്യമിട്ടത്. ബന്ധുവായ ഈ പെൺകുട്ടിക്ക് അഫാൻ സോഷ്യൽ മീഡിയ വഴി അയച്ച മെസ്സേജുകളെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. അടുത്ത കേസിന്റെ തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ തീരുമാനം. അതിനിടെ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന അഫാന്റെ ഉമ്മ ഷെമി ആശുപത്രി വിട്ടു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. തുടർ ചികിത്സ വേണ്ട ഷെമിയെ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അഫാന്റെ വധശ്രമത്തിനിടയിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത്. അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം വളരെ വൈകിയാണ് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചത്. ഇതിന് പിന്നാലെ അഫാനെ കാണണമെന്ന് ഷെമി ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഷെമിയെ പാങ്ങോടുള്ള ബന്ധുവീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്നാണ് വെഞ്ഞാറമൂട് കുറ്റിമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്ക് മാറ്റിയത്. ഭാര്യ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്താൻ ദിവസങ്ങളെടുക്കുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് എന്ന് അഫാന്റെ പിതാവ് റഹീം പറഞ്ഞു. ഭാര്യയ്ക്ക് ശുചിമുറിയിൽ പോലും പോകണമെങ്കിൽ സഹായത്തിനായി ആളുകൾ വേണ്ട അവസ്ഥയാണ്. ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും ഇതുവരെ മുക്തിയായിട്ടില്ല. ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും ഭാര്യ വിശ്വസിച്ചിട്ടില്ല. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ അഫാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഭാര്യ പറഞ്ഞത്. വിവരങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കരയുകയായിരുന്നു. ഇത്രയധികം സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് ഭാര്യയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേത്. കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. ബിസിനസ്സിൽ നഷ്ടമുണ്ടാവുകയായിരുന്നു. എങ്കിലും ചെലവിനുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്ന് ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയോളം അടച്ചു തീർത്തു. കുറച്ചു പണം മിച്ചം വരികയും ബാധ്യത കൂടിക്കൂടി വരികയുമായിരുന്നു. തട്ടത്തമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുമുണ്ട് എന്നുമാണ് ഷെമി തന്നോട് പറഞ്ഞത്. ഈ 2 കടം മാത്രമേ എനിക്ക് അറിയാവുന്നതായുള്ളൂ. ബാക്കിയുള്ള കടം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് ഷെമി പറഞ്ഞത്. സംഭവത്തിന് ഒരാഴ്ച മുമ്പാണ് അഫാൻ തന്നോട് സംസാരിച്ചത്. പേരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചത് എന്നും റഹീം പറഞ്ഞു. പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർ 2.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നാണ് തന്നോട് പറഞ്ഞത്. ഇപ്പോഴാണ് 4 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് അറിയുന്നത്. അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനിയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ട് എന്നും അബ്ദുൾ റഹീം പറഞ്ഞു.